രണ്ടാം തീയതിക്ക് ശേഷമുള്ള പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തൽ നടത്താൻ വേണ്ടിയാണ്. ഓപ്പറേഷൻ തുഫാൻ ദി നർക്കോ ഹണ്ട് എന്ന പദ്ധതി ആഭ്യന്തര വകുപ്പും എക്സൈസ് വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും എല്ലാം ചേർന്ന് നടത്തുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടിയാണ്. കേരളത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിൻ്റെ ശൃംഖലകളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ്. രണ്ടാം തീയതി ഈ പരിപാടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ കോട്ടല്ലൂർ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തതാണ്. അന്ന് രാത്രി മുതൽ വ്യാപകമായി കേരളത്തിൽ പോലീസ് സേനയുടെ നേതൃത്വത്തിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയുടെ വേരറക്കാൻ ആവശ്യമായ നടപടികളാണ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കോർഡിനേറ്ററായി സ്പെഷ്യൽ ഓഫീസറായി കേരള പോലീസിൻ്റെ IG പുട്ട വിമലാദിത്യയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ പോലീസ് ജില്ലകളിലും സുസംഘടിതമായ നിലയിലാണ് ഈ മയക്കുമരുന്ന് കണ്ടെത്താനും അത് വിതരണം ചെയ്യുന്നവരെയും ഉപയോഗിക്കുന്നവരെയും അതിൻ്റെ ഉറവിടങ്ങളെയും കണ്ടെത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എക്സൈസ് വകുപ്പിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും എല്ലാ സഹായം പോലീസ് ഈ കാര്യത്തിൽ തേടുന്നുണ്ട്. ഇന്ന് മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്നവരെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കുകയും തുടർന്ന് വിവിധ തരത്തിലുള്ള നിരോധിതമായ ഉൽപ്പന്നങ്ങൾ മയക്കുമരുന്നുകൾ കൈവശം വെക്കുന്നവരെയുമാണ് പോലീസ് പ്രധാനമായും അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സ്കൂളുകൾ തുറന്നതുകൊണ്ട് സ്കൂളുകളുടെ മുന്നിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകളെ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ഇനിയും ഈ വ്യാപാരം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് പോലീസ് നൽകിയിട്ടുള്ളത്. എല്ലാവരോടും ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന അവസാനിപ്പിക്കണം. സ്കൂളിൻ്റെ പരിസരത്തും സമീപ പ്രദേശങ്ങളിലെ കടകളിലും അത് വിൽക്കുന്ന ആളുകളെ കർശനമായി തന്നെ നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് ഇത് വിൽക്കുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ഒരു സ്കൂളിൻ്റെ മുമ്പിലും ഒരു കോളേജിൻ്റെ മുമ്പിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മുന്നിലും പുകയില ഉൽപ്പന്നങ്ങളോ നിരോധിത മയക്കുമരുന്നുകളോ വിൽക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഇത് പറയാനുള്ള കാരണം നമ്മുടെ ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ ചുറ്റിപ്പറ്റിയാണ് ഇത്തരം വ്യാപാരങ്ങൾ നടത്താൻ ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട 2 കണ്ണികളെ ഇന്ന് പോലീസ് പിടിച്ചിട്ടുണ്ട്. എൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. ഇതിനകം 728 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 795 പേരെ അറസ്റ്റ് ചെയ്തു.